ഷഷ്ഠിപൂർത്തിയിലെത്തിയ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവവികാസങ്ങളിലൊന്നാണ് കെ.എം. മാണി എന്ന അതികായൻ്റെ വേർപാട്. പക്ഷേ കെ.എം. മാണിക്ക് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്തിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ജനകീയമാക്കിയതും 5 പതിറ്റാണ്ടിലേറെ നിയമസഭയിൽ ശബ്ദമായതും കെ.എം. മാണി എന്ന് പറയുന്ന ആ അത്ഭുത പ്രതിഭാസം തന്നെയാണ്. 2019 പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് ഏപ്രിലിൽ കെ.എം. മാണി സാർ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേരള കോൺഗ്രസ് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽപ്പെട്ട് വല്ലാതെ ശ്വാസം മുട്ടിയതിന് ശേഷമായിരുന്നു വളരെ അപ്രതീക്ഷിതമായി കെ.എം. മാണിയുടെ വേർപിരിയൽ. അതിനുശേഷം മകൻ ജോസ് കെ മാണിക്ക് ആ വിഭാഗത്തെ നയിക്കാനാവുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു. പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ P.J. ജോസഫും ജോസ് കെ മാണിയും അകന്നു കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണിയുടെ പിൻഗാമിയായി കോട്ടയം രാഷ്ട്രീയ കേരളവും ജോസ് കെ മാണിയെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് തോമസ് ചാഴിക്കാടൻ എന്ന സ്ഥാനാർത്ഥി 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മിന്നുന്ന വിജയം കൈവരിച്ചു. UDF നിന്നുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പുറത്താകൽ P.J. ജോസഫ് കേരള കോൺഗ്രസിൻ്റെ UDF വിഭാഗമായി തുടരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു നിർണായക നീക്കത്തിലൂടെ കേരള കോൺഗ്രസും ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നു. മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ കേരളം പിടിച്ചെടുത്തോടുകൂടി കേരള കോൺഗ്രസുകളിലെ തലയെടുപ്പുള്ള പാർട്ടിയായി മാറുന്നു. കോൺഗ്രസ് എമ്മിനെ CPM-ഉം ഘടകകക്ഷികളും അംഗീകരിക്കുകയും ചെയ്തു. മന്ത്രിസ്ഥാനവും മറ്റു പദവികളും പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ വേരോട്ടമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയായി കേരള കോൺഗ്രസ് എം മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലം ജോസ് കെ മാണിയെ കൈവിട്ടുവെങ്കിലും രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കുന്നതാണ് തുടർ നാടുകളിൽ കേരളം കണ്ടത്. 2 പാർലമെൻറ്റ് അംഗങ്ങളും 5 MLA-മാരുമുള്ള പാർട്ടി. ജോസഫ് ഗ്രൂപ്പിൽ P.J. ജോസഫും മോൻസ് ജോസഫും 2 MLA-മാർ മാത്രം. പാർലമെൻറ്റിൽ പ്രാതിനിധ്യമില്ലാതെ ജോസഫ് വിഭാഗം വല്ലാതെ വീർപ്പുമുട്ടി. ഉള്ള രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ പോലും അവർക്ക് നഷ്ടമായി. അവസരത്തിലാണ് 2024 ലോക്സഭാ ഇലക്ഷൻ കടന്നു വരുന്നത്. കേരള കോൺഗ്രസുകളുടെയും രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയതും അതുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകത്തിൽ മത്സരിക്കാൻ UDF ജോസഫ് വിഭാഗത്തിന് അനുമതി നൽകുകയും അവിടെ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു. ഇതോടെ കേരള കോൺഗ്രസ് തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ട ഭൂമിയായി കോട്ടയം മാറി. വിമാനത്തിൻ്റെ ഒരു പോരാട്ടമായാണ് ഇരുവരും നിലവിലുള്ള മത്സരത്തെ കാണുന്നത്. സിറ്റിംഗ് MP-യായ തോമസ് ചാഴിക്കാടനെ നേരിടാൻ പാർട്ടിയുടെ സ്ഥാപക നേതാവ് K.M. ജോർജിൻ്റെ മകനെ തന്നെ P.J. ജോസഫ് രംഗത്തിറക്കി. പുറത്ത് സിറ്റിംഗ് MP-യായ തോമസ് ചാഴിക്കാടൻ. വാശിയേറിയ പോരാട്ട ദിനങ്ങളാണ് പിന്നീട് കോട്ടയത്ത് സാക്ഷ്യം വഹിച്ചത്. കേരള കോൺഗ്രസുകളും തങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെയും തുടർന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിൻ്റെയും പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുറുകുന്ന രൂക്ഷമായ വാക്പോരിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ആണ് കരുത്തൻ എന്ന് തെളിയിക്കുന്ന പോരാട്ടമാണെന്ന് ഇരുവരും വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നു. തങ്ങളെ കൈവിടില്ലെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് എമ്മും സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും. തട്ടകമായ കോട്ടയത്ത്
ഫ്രാൻസിസ് ജോർജിന് ഒരിക്കലും അടിയറവ് പറ്റില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉറച്ചു വിശ്വസിക്കുന്നു. കേരളയിലെ രാഷ്ട്രീയ ചർച്ചകൾ ജൂൺ 4-ന് സമാപിക്കും. അന്ന് കേരള കോൺഗ്രസുകളിൽ കോട്ടയം കീഴടക്കുന്നതാരാണെന്ന് വ്യക്തമാവും. അതിനുശേഷമുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ അഭിമാനത്തോടെ പറക്കുന്ന കേരള കോൺഗ്രസ് പതാക ഏതായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലുള്ളത്.